കൈക്കൂലി വാങ്ങിയതിൽ ജയിൽ ഡിഐജിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് വിജിലൻസ്. ജയിൽ ആസ്ഥാനത്തെ ഡിഐജി വിനോദ് കുമാറിനെതിരെയാണ് കേസ്. കുറ്റവാളികൾക്ക് പരോൾ നൽകാൻ 1.80 ലക്ഷം വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിന്റെ നടപടി. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട്. വീണ, ഈ ആഭ്യന്തര വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് ഡിഐജിക്ക് കൃത്യമായി ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഒരു കൈക്കൂലി? അതും ഞാൻ മനസ്സിലാക്കുന്നത് കുറ്റവാളികൾക്ക് പരോൾ നൽകാൻ 1.80 ലക്ഷം രൂപ ഈ ഉദ്യോഗസ്ഥൻ വാങ്ങിയെന്നാണ്. എന്തൊക്കെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്? വീണ. അശ്വതി, ഇത് സംബന്ധിച്ചുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. ഡെയിൽ DIG ആണ്. ഒപ്പം തന്നെ കഴിഞ്ഞ 6 മാസക്കാലമായി MK വിനോദ് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്റലിജൻസ് വിഭാഗം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഹെഡ്ക്വാർട്ടേഴ്സ് DIG ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറ്റവാളികളിൽ നിന്നും ഒപ്പം തന്നെ പരോളിൽ ഇറങ്ങുന്നതിന് ബന്ധപ്പെട്ടുമൊക്കെ വ്യാപകമായിട്ട് ഇയാൾ പണപ്പിരിവ് നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ ഇന്റലിജൻസിന് ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിനും വിവരങ്ങൾ ലഭിച്ചിരുന്നു. വിജിലൻസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിരീക്ഷണം നടത്തുകയും ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തടവ് പുള്ളികളിൽ നിന്നുള്ള ബന്ധുക്കളിൽ നിന്നടക്കം 1,80,000 രൂപ വരെ വാങ്ങി എന്നുള്ള തെളിവുകളാണ് ലഭിച്ചത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് കൈക്കൂലി കേസെടുത്തിരിക്കുന്നത്. സമാനമായ ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും നടപടികൾ നേരിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് MK വിനോദ് കുമാർ. ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പിനും ഇപ്പോൾ സസ്പെൻഷൻ അടക്കമുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നുള്ള ശുപാർശ കൂടി വിജിലൻസ് നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കാണ് കടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഈ തടവ് പുള്ളികൾക്ക് ജയിലിൽ കഴിയുന്ന സമയത്ത് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായിട്ടുള്ള പണപ്പിരിവും ഇയാൾ തടവ് പുള്ളികളിൽ നിന്നും ഒപ്പം തന്നെ ഇവരുടെ ബന്ധുക്കളിൽ നിന്നും വ്യാപകമായി പണപ്പിരിവ് നടത്തുന്നു. ഒപ്പം തന്നെ പരോൾ ലഭിക്കുന്നതിനായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥനെന്ന നിലയിൽ തന്റെ സഹായങ്ങൾ, വഴിവിട്ടുള്ള സഹായം ഇയാൾ തടവ് പുള്ളികൾക്ക് ചെയ്തു കൊടുക്കുന്നു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വിവരങ്ങൾ ലഭിക്കുകയും കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. സസ്പെൻഷൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആഭ്യന്തരത്തിന് ഇപ്പോൾ വിജിലൻസ് വകുപ്പ് ശുപാർശ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും വീണ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ജനം TV ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കൈക്കൂലി വാങ്ങിയിരിക്കുകയാണ് DIG. എന്തായാലും ഇദ്ദേഹത്തിന്റെ വിജിലൻസ് കേസ് എടുത്തിട്ടുണ്ട്. ജയിൽ ആസ്ഥാനത്തെ DIG വിനോദ്, ഇദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലമുള്ളൊരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അതായത് കുറ്റവാളികൾക്ക് പരോൾ നൽകാൻ 1.80 ലക്ഷം രൂപ വാങ്ങിയെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ.